ഹായ് കൂട്ടുകാരെ, ഞാൻ നിങ്ങളെ മുമ്പിൽ വന്നിട്ടുള്ളത് ഒരു ഇസ്ലാമിന്റെ ചരിത്ര കഥയുമായിട്ടാണ്. പണ്ടൊരു നാട്ടിൽ ജബാൽ എന്ന പേരുള്ള ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു. അയാൾ അല്ലാഹുവിനെ ഇഷ്ടമല്ലാത്ത കാര്യങ്ങൾ ഒട്ടും ചെയ്യാറില്ലായിരുന്നു. പക്ഷേ അയാൾക്കൊരു തെറ്റ് പറ്റിപ്പോയി. അയാൾ പുഴവക്കത്ത് വിശ്രമിക്കുകയായിരുന്നു. അപ്പോൾ പുഴയിലൂടെ ഒഴുകി വന്ന അയാൾ കാണാതെ അയാൾ എടുത്തു. ഹായ് നല്ല പഴുത്താപ്പോൾ അയാൾ അത് പക്ഷിക്ക് പിടിക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാൾക്ക് ഒരു ഓർമ്മ വന്നത് ഇതേതെങ്കിലും തോട്ടത്തിലാണോ. അയാൾ ആപ്പിൾ ഒഴുകി വന്ന ദിശയിലേക്ക് പുറപ്പെട്ടു. ഒടുവിൽ അയാൾ ഒരു ആപ്പിൾ തോട്ടം കണ്ടെത്തി. ഉടമസ്ഥനോട് ചോദിച്ചു, ഇവിടെ നിങ്ങളുടേതല്ലാതെ മറ്റൊരു തോട്ടമുണ്ടോ? എന്താ കാര്യം? ഞാൻ പുഴയിലൂടെ ഒഴുകി വന്ന ഒരു ആപ്പിൾ അറിയാതെ ഭക്ഷിച്ചു. അപ്പോഴാണ് എനിക്ക് ഒരു ഓർമ്മ വന്നത്. നിങ്ങൾ എനിക്ക് പുറത്ത് തരില്ലെങ്കിൽ നിങ്ങൾക്ക് എന്തും ചെയ്യാനോ ഞാൻ തയ്യാറാവണ്ട. വരൂ, അയാൾ പറഞ്ഞു, വരൂ നമുക്കകത്തിരുന്ന് സംസാരിക്കാം. നിങ്ങളുടെ ധാരണ ശരിയാണ്. നിങ്ങൾ എൻ്റെ ആപ്പിൾ തന്നെയാണ് ഭക്ഷിച്ചത്. നിങ്ങൾക്ക് ഞാൻ പുറത്ത് തരുന്നെങ്കിൽ രണ്ട് നിയമങ്ങളുണ്ട്. ഒന്ന്, കുറച്ചു കാലം എൻ്റെ തോട്ടത്തിൽ പണിയെടുക്കണം. രണ്ട്, എൻ്റെ മകളെ വിവാഹം കഴിക്കണം. ഇത് കേട്ട് ജബാൽ ചോദിച്ചു, ഇയാൾ പറയുന്നത് അനുസരിച്ചില്ലെങ്കിൽ ഇയാൾ എനിക്ക് പുറത്തു വിടുക. അപ്പോൾ ഞാൻ അല്ലാഹുവിനോട് എന്ത് മറുപടി പറയും? ഞാൻ തയ്യാറാണ്ട. ജമാൽ വരും. മാസങ്ങൾ കഴിഞ്ഞു പോയി. തോട്ടത്തിലെ പണി പൂർത്തിയായി. രണ്ടാം നിയമങ്ങളും അയാൾ ഉടമസ്ഥന്റെ വീട്ടിൽ പോയി. മോളെ സുമയ്യ, എന്താ ഉപ്പ എന്ന് വിളിച്ചു. ഇത് കേട്ട് ജമാൽ അത്ഭുതപ്പെട്ടു. നിങ്ങളല്ലേ എന്നോട് പറഞ്ഞത് നിങ്ങളുടെ മകൾക്ക് കണ്ണു കാണില്ല, ചെവി കേൾക്കില്ല, സംസാരിക്കാൻ കഴിയില്ല. ഇത് കേട്ട് ജമാൽ ഒന്ന് പുഞ്ചിരിച്ചു. എൻ്റെ മകൾക്ക് തെറ്റുകൾ കാണാൻ കഴിയില്ല, തെറ്റുകൾ കേൾക്കാൻ കഴിയില്ല, തെറ്റുകൾ സംസാരിക്കാൻ കഴിയില്ല. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. ഞാൻ നിങ്ങളൊന്ന് നോക്കിയതുമാണ്. അദ്ദേഹത്തിന്റെ മകളെ വിവാഹം കഴിപ്പിച്ചു കൊടുത്തു. തന്റെ സമ്പാദ്യം അയാൾക്ക് നൽകുകയും ചെയ്തു. എത്ര മനോഹരമായ കഥ! ഈ കാലത്ത് ഈ തോട്ടത്തിൽ കുറെ പ്രാധാന്യമുണ്ട്. എന്തുകൊണ്ടെന്നാൽ ദിവസം നമ്മൾ തെറ്റുകൾ ചെയ്യാറുണ്ട്. മാതാപിതാക്കളോടും ഗുരുക്കന്മാരോടും കളവ് പറയുന്നു. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ തെറ്റുകളിൽ നിന്ന് നമ്മൾ മാറി നിന്നാൽ അല്ലാഹു നമുക്ക് സ്വഭാവങ്ങൾ തരുന്ന ഈ കഥയിലൂടെ മനസ്സിലാക്കും. അതുപോലെ ദൈവവും ഉണ്ടാവണം. ഉറങ്ങാതെ മടങ്ങാതെ ഒരു ക്ഷീണം പറ്റാതെ നമ്മൾ ചെയ്യുന്ന എല്ലാം കണ്ട് നോക്കി രേഖപ്പെടുത്തപ്പെടുന്നു. എന്ന മൂന്ന് നമുക്ക് ഉണ്ടാവട്ടെ. പാത്രയോടെ എന്റെ കഥ ഇവിടെ അവസാനിപ്പിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.